മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബോൺമൗത്ത് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. സിറ്റി 3-1 ബോൺമൗത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ടോപ്പ് 4 പ്രതീക്ഷകൾ നിലനിർത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഈ മാച്ചിലേക്ക് ഉണ്ടായിരുന്നു. FA കപ്പിൽ വെച്ചിട്ട് മോർമുഷ് ഒരു പെനാൽറ്റി മിസ് ചെയ്തത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഇന്ന് 14-ാം മിനിറ്റിൽ പുള്ളിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, വണ്ടർഫുൾ ഫിനിഷ്. നമ്മൾ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോള് വളരെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കാരണം ഇപ്പൊ മിഡ്ഫീൽഡിൽ നിന്നാണ് ഈ ഷോട്ട് എടുക്കുന്നത്. ഈ ഷോട്ട് ശരിക്കും പറഞ്ഞാൽ കെപ്പയുടെ മുകളിൽ കൂടെ പോയി പോസ്റ്റിന്റെ അടുത്ത് കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്ത് അകത്ത് കയറുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ബ്രില്യൻ ഗോൾ, ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു സ്റ്റാർട്ട് സിറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബോൺമൗത്തിന്റെ സൈഡ് നമുക്കറിയാം, ക്ലൈവേർട്ടിന്റെ 1-2 കിടിലൻ മൂവ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ കുറച്ച് സ്ലോപ്പി ആയിരുന്നു. ഇവാനിൽസന്റെ 1-2 ഹാഫ് ചാൻസുകളൊക്കെ മിസ് ചെയ്തു. ഇങ്ങനെ നല്ലൊരു സ്റ്റാർട്ട് ബോൺമൗത്തിന് ഇന്നത്തെ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിറ്റിയുടെ സൈഡിൽ നിന്ന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് മാർമുഷ് കൊടുത്തിട്ടുള്ള ഒരു അസിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കെവിൻ ഡിബ്രോയിനന്റെ ഹോമിലുള്ള അവസാനത്തെ മത്സരമാണ് നമ്മൾ കണ്ടത്. പുള്ളിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ഗോള് പിന്നെ കിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഓപ്പൺ പോസ്റ്റ്, ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി, അതെങ്ങനെയോ ഡിബ്രോയിനന്റെ ടോപ്പ് എഡ്ജിൽ തട്ടിയിട്ട് പോസ്റ്റിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് അത് അകത്തേക്ക് തിരിച്ചു വന്ന് അത് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മിസ്സായിരുന്നു അത്. കാരണം ഡിബ്രോയിന്റെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ മിസ്സൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ 1-2 ചാൻസുകൾ സിറ്റി കൊണ്ടുവന്നു. ഇവിടെ ഹാലണ്ടിന് ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബെർണാർഡോ സിൽവയുടെ ഒരു അടിപൊളി ഗോൾ വന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-0 എന്നുള്ള ഒരു കൃത്യമായ ലീഡ് സിറ്റിക്ക് മത്സരത്തിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ബോൺമൗത്തിന്റെ ഒരു കിടിലം കൗണ്ടർ അറ്റാക്ക് ത്രൂ ബോൾ വരികയാണ്. ഇവാനിൽസൺ ഈ ബോളിനായിട്ട് റൺ ചെയ്യുന്നു. കൊവച്ചിച്ച് ലാസ്റ്റ് മേനെ വലിച്ച് താഴെ ഇടുന്നു. ലാസ്റ്റ് മേനാണ് ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്കോർ ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ റഫറി ഡയറക്റ്റ് റെഡ് കാർഡ് കോവച്ചിച്ചിന് കൊടുക്കുകയാണ്. ഇപ്പൊ 2-0 ലീഡിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അതോടുകൂടി ബോൺമൗത്ത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള അറ്റാക്ക് കൊണ്ടുവന്നു. ഇവിടെ ക്ലൈവേർട്ടിന്റെ ഒരു കിടിലർ റണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ ബോൺമൗത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ അധികം വൈകാതെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഡിബ്രോയിനെ വലിച്ചുകൊണ്ട് നിക്കോ ഗോൺസാലോസ് ഒക്കെ ടീമിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ലൂയിസ് കുക്കിന്റെ മറ്റൊരു ഹാർഡ് ടാക്കിളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പുള്ളി നിക്കോ ഗോൺസാലോസിനെ ഫൗൾ ചെയ്യുന്നു. ഒരു ഹൈ ബൂട്ട് ചലഞ്ച് തന്നെയായിരുന്നു. ഓൺഫീൽഡ് റഫറി മറ്റൊരു റെഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ഒരു മത്സരത്തിൽ 2 ടീമിനും റെഡ് കാർഡ് കിട്ടി. 10-10 എന്ന രീതിയിൽ 2 ടീമിലും കളിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. 1-2 ചാൻസുകൾ സിറ്റി കൊണ്ടുവന്നു. അങ്ങനെ ന്യൂനസിന്റെ ഒരു ലോങ് റേഞ്ചിലുള്ള ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ടാർഗറ്റിലേക്ക് എത്തിയില്ല. പുള്ളി ഒരു 1-2 മിഡ്ഫീൽഡിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ത്രൂ പാസ് നിക്കോ ഗോൺസാലോസിന്റെ കാലിലേക്ക് എത്തിക്കുന്നു. പുള്ളി ഒരു ടച്ച് എടുത്തുകൊണ്ട് ഒരു കേർവിംഗ് ബോൾ ടോപ്പ് ആൻഡ് സൈഡ് റൈറ്റ് കോർണറിലേക്ക് അടിക്കുകയാണ്. കെപ്പ ചാടിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്ക് കിട്ടിയില്ല. അങ്ങനെ 3-0 ലീഡിലേക്ക് സിറ്റി അവിടെ എത്തി. പിന്നീട് തിരിച്ചു വരാനൊരു ഓപ്പർച്യൂണിറ്റി ബോൺമൗത്തിന് കിട്ടിയില്ല. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ബോൺമൗത്തിനെ തേടി കോൺസുലേഷൻ ഗോൾ നേടുകയും ചെയ്തു. അപ്പൊ ഇന്നത്തെ വിജയത്തോടെ 68 പോയിന്റുമായിട്ട് സിറ്റി ഇപ്പോൾ ടോപ്പ് 4-ലുണ്ട്. പക്ഷേ ടോപ്പ് 4 ഉറപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 ടീമുകൾ 66 പോയിന്റുമായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അടുത്ത മാച്ച് സിറ്റിക്ക് ജയിക്കേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ്. സിറ്റി അടുത്ത മാച്ച് തോറ്റു കഴിയുകയും ഈ 3 ടീമുകൾ ജയിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി ചിലപ്പോൾ 6ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത യൂറോപ്പ് ലീഗ് കളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും മറ്റ് ടീമുകൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സിറ്റി ജയിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈസി ആയിട്ട് തന്നെ മറികടക്കാം. അപ്പൊ ലാസ്റ്റ് മത്സരം
ഈ ഒരു ടോപ്പ് 6 ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആസ്റ്റൺ വില്ല, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി ഇവരൊക്കെ ആ ഒരു സ്പോട്ടിനായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.